ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. യെസ്, നമ്മൾ ആനുവൽ എക്സാമിനേഷന് ഇങ്ങ് അടുത്തിരിക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് സോഷ്യൽ. ഇനി 8 മാത്രമല്ല 9ലേക്കും 10ലേക്കും എത്തുമ്പം 80 മാർക്കിൻ്റെ സബ്ജക്റ്റായിട്ട് മാറേണ്ടതാണ് സോഷ്യൽ സയൻസ്. സോ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ നിങ്ങൾക്കറിയാം 8ാം ക്ലാസ്സിലെ ഒറ്റ ബുക്കിൽ തന്നെയാണ് എന്തൊക്കെ വരുന്നത്, ഹിസ്റ്ററിയും വരുന്നത്, അതേപോലെ തന്നെ ജിയോഗ്രഫിയും വരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പാർട്ടാണ് ജിയോഗ്രഫി. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ജിയോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, അവസാനത്തെ ഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. സോ എൻ്റെ മക്കൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല കമൻറ്റ് ചെയ്യാൻ മക്കൾ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം. സോ നമ്മൾ നോക്കുകയാണ് ഈ 8ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ആയിട്ടുള്ള ബ്ലാങ്കറ്റ് ഓഫ് എർത്ത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? യെസ്, നോക്കാണ് ബ്ലാങ്കറ്റ് ഓഫ് എർത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്ന് വരുന്നത് നോക്കാട്ടോ. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാം. റീഅറേഞ്ച് ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ, അഥവാ താഴെ തന്നിരിക്കുന്ന നിർദ്ദേശ രീതിയിൽ എന്ത് ചെയ്യുക, ക്രമീകരിക്കുക. റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നോക്കട്ടോ, ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ ഞാൻ O എന്ന് എഴുതി. കാർബൺ ഉണ്ട്, ഞാൻ C എന്ന് എഴുതി. ആർഗൺ ഉണ്ട്, A എന്ന് എഴുതി. ഇതിനെന്ത് ചെയ്യുക, ഓർഡർ ഓഫ് ദ വോളിയം, അന്തരീക്ഷ അളവിനനുസരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം അന്തരീക്ഷത്തിലുള്ള ഓരോ വാതകങ്ങളുടെയും അളവുകൾ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയണം. അത് നമുക്ക് പഠിക്കാനുണ്ട്. സോ അത് ഏതൊക്കെയെന്ന് ആദ്യം നോക്കാം, എന്നാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അന്തരീക്ഷത്തിലുള്ള പ്രധാനപ്പെട്ട വാതകങ്ങൾ. നിങ്ങളിതൊന്നും പഠിക്കേണ്ടതല്ല, ഇത് മുഴുവനായിട്ട് പഠിക്കേണ്ട. ഇതിൽ ഇത്ര വരെ ഉള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെച്ചാൽ മതി. ഇതിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ നോക്കട്ടോ, ഫസ്റ്റ് തന്നെ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രജൻ എത്ര ശതമാനം ഉണ്ട് മക്കളെ? 78.08. ഓക്സിജനോ 20.95. ആർഗണോ 0.93. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ വിളിക്കും CO2, അത് എത്രയുണ്ട്? 0.03. ഇത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ മക്കളെ, ഇത് പഠിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങൾ ആ ഷോർട്ട് കട്ട് മാത്രം പഠിച്ചാൽ മതി. അത് നമ്മൾ വിളിക്കും മക്കളെ. എന്ത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാറിയോ? നിങ്ങൾ എന്ത് മാത്രം പഠിച്ചു വെക്കുക? ഇത് മാത്രം പഠിച്ചു വെക്കുക. നോ AC നീ HE എന്ന് മാത്രം പഠിച്ചു വെക്കുക. എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് കിട്ടും. ഇതിൽ നോയിലെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, അത് നൈട്രജനെയാണ്. O ഏത് തന്നെയായിരിക്കും? ഓക്സിജനെയാണ്. A ഏത് തന്നെയാണ്? ആർഗൺ തന്നെയാണ്. C ഏത് തന്നെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. നീ എന്ന് പറഞ്ഞു, നിയോണാണ്. HE മീൻസ് HE അഥവാ ഹീലിയമാണ്. അപ്പം ഇതിലെ പ്രധാനപ്പെട്ടതിൻ്റെ ഒരു ഓർഡർ കിട്ടി. നോ AC നീ HE. അതിലേക്ക് നിങ്ങൾ എന്ത് കൂട്ടി കൊടുത്താൽ മതി? ഇതിൻ്റെ അളവും കൂടി നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് മാത്രം അറിയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ കഴിയും. കണ്ടുകൊള്ളിട്ടോ, നോക്കട്ടോ. ഇതെന്ത് ചെയ്യാനാണ് പറഞ്ഞത്? കൃത്യമായിട്ട് ക്രമീകരിക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ആർഗൺ ഉണ്ട്. നമുക്ക് ഷോർട്ട് കട്ട് അറിയാം. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നോ AC നീ HE. അത് താഴോട്ട് എഴുതി വെക്കാം. നോ AC നീ HE. ഇപ്പം ഇത്ര വേണ്ടത്. അപ്പോൾ ഇതിലേതുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഓക്സിജൻ കൊടുത്ത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ആർഗൺ ഉണ്ട്. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? ഒന്നും മായ്ച്ചു കൊടുക്കുക. എന്നാൽ ഇതിൻ്റെ ഓർഡർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കൃത്യമായിട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഓർഡർ ഏതാണ്? OACയിലാണ് ഓർഡർ വരുന്നത്. സോ നിങ്ങൾ ഇത് മൊത്തം എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട, ബുദ്ധിമുട്ടാവണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്ത് മാത്രം പഠിച്ചാൽ മതി? ഈ ഷോർട്ട് കട്ട് പഠിച്ചാൽ മതി. എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സിമ്പിളായിട്ട് മാറാൻ കഴിയും. ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. സോ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അന്തരീക്ഷ വാതകങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ് അന്തരീക്ഷ പാളികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ലേയേഴ്സിനെ കുറിച്ചിട്ട്. ഇവിടെ തന്നിരിക്കുന്നു കുറച്ച് അറ്റ്മോസ്ഫിയറിക് ലേയേഴ്സ് പാളികൾ തന്നിരിക്കുന്നു. ഏതൊക്കെ നോക്കടാ? ട്രോപ്പോസ്ഫിയർ ഉണ്ട്, മിസോസ്ഫിയർ ഉണ്ട്, അയണോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്. ഇതെന്ത് ചെയ്യാൻ അക്കോർഡിംഗ് ടു ദെയർ പൊസിഷൻ ഫ്രം എർത്ത് എന്ന് തുടങ്ങുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ ഇത് കൃത്യമായിട്ടാക്കാൻ. സോ മക്കളെ നിങ്ങൾ ഈ അന്തരീക്ഷ ഘടന കൃത്യമായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കും. നോക്കി ഏറ്റവും ഭൂമിയുടെ അടുത്തുള്ളത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ. വീണ്ടും ഉള്ളത് ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ എന്ത് കാണപ്പെടുക? ഓസോൺ ലെയർ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കാണപ്പെടും മിസോസ്ഫിയർ. പിന്നെ ഏതാണ്? തെർമോസ്ഫിയർ. അതിന് മുകളിലേക്കുള്ളതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? എക്സോസ്ഫിയർ എന്ന് വിളിക്കും. സോ ഇത് പഠിക്കാനും നിങ്ങളെ മുന്നിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങൾ എന്ത് മാത്രം പഠിച്ചാൽ മതി അറിയാം മക്കളെ? നിങ്ങൾ എന്ത് മാത്രം പഠിച്ചാൽ മതി? ദ മോസ്റ്റ് എന്ന് പഠിച്ചു വെക്കുക. ദ മോസ്റ്റ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ ഏറ്റവും താഴത്തുള്ളത് ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നുള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസോൺ ലെയർ കാണപ്പെടുന്നത്. പിന്നെയാണ് മിസോസ്ഫിയർ. പിന്നെയാണ് തെർമോസ്ഫിയർ. അപ്പം ഈ ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അന്തരീക്ഷ ഘടന സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയും. നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യനും അത് തന്നെയാണ്. ഇത് കൃത്യമായിട്ട് ഭൂമിയുടെ ഓർഡറിലേക്ക് മാറ്റാൻ. സോ നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് നമ്മളിവിടെ എഴുതുന്നു. ദ മോസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ളതാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ളത് ഫസ്റ്റ് നമുക്ക് കിട്ടി ട്രോപ്പോസ്ഫിയർ. പിന്നെ ഉള്ളതാണ് മിസോസ്ഫിയർ ആണോ? മിസോസ്ഫിയർ അല്ല. പിന്നുള്ളത് ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഓസോൺ ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഇവിടുന്ന് എന്ത് ചെയ്തു? വായിച്ചു കഴിഞ്ഞു. പിന്നെ വരുന്നതാണ് ഏത്? മിസോസ്ഫിയർ. പിന്നുള്ളതാണ് അയണോസ്ഫിയർ. അഥവാ തെർമോസ്ഫിയറിൻ്റെ താഴെ ഭാഗത്ത് കാണപ്പെടുന്നതാണ് എന്ത്? അയണോസ്ഫിയർ. അപ്പം ഇവിടെ ഏത് വരും? അയണോസ്ഫിയർ. അപ്പം അതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് നമ്മൾ ആക്കി വെച്ചു. ഫസ്റ്റ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, പിന്നെയാണ് അയണോസ്ഫിയർ എന്ത് ചെയ്യുക? കാണപ്പെടുക. സോ ഇതിൻ്റെയും ആൻസർ നമുക്ക് എന്ത് കിട്ടി? സോ അറ്റ്മോസ്ഫിയർ ഗ്യാസസ് ആവട്ടെ, അറ്റ്മോസ്ഫിയർ ലേയേഴ്സ് ആവട്ടെ, അതിൻ്റെ രണ്ടിൻ്റെയും ഷോർട്ട് കട്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇതേപോലെ ഇനിയും നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് അറിയണമെങ്കിലും അതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും ഷോർട്ടായിട്ട് മാറ്റണമെങ്കിൽ നാളെ കൃത്യം 7:30 ഇന്നും നാളെയും കൃത്യം 7:30 ഞാനും JC സാറും ഫൈസൽ സാറും വരുന്നുണ്ട്. നമുക്ക് അവിടെ അടിപൊളിയായിട്ട് പഠിക്കാം. മാത്രമല്ല ഇതേപോലെ ചെറിയ കണ്ടന്റ് വീഡിയോസ് വേണം. ഏത് ചാപ്റ്ററിനാണോ വേണ്ടത് അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നമ്മൾ അതേപോലെ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ മക്കൾ എന്ത് ചെയ്യണ്ട? മറക്കണ്ട. സോ നമുക്ക് ഇന്ന് രാത്രിയും നാളെയും ലൈവിൽ കാണാം. ടാറ്റ, ഗുഡ് ബൈ, സി ഓൾ.